ഞാൻ ഡോക്ടർ ഫിർദൗസ് ഇക്ബാൽ ചങ്ങമ്പള്ളി, ചീഫ് ഫിസിഷ്യൻ ചങ്ങമ്പള്ളി വൈദ്യഭവൻ തിരുനാവായ ആൻഡ് സഞ്ജീവനി ഹോസ്പിറ്റൽ എടപ്പാൾ. ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ലിവറിൻ്റെ ഒരു രോഗത്തെക്കുറിച്ചാണ്. സാധാരണയായി ഒരുപാട് ആളുകളുടെ ഒരു ഭയമാണ് ആയുർവേദ മരുന്നുകൾ കഴിച്ചാൽ ലിവർ കേടുവരുമോ എന്നുള്ളത്. ഇത് പണ്ട് ഇത്തരം ഒരു ഭയം ഉണ്ടായിരുന്നില്ല. ലിവറിന്റെ രോഗങ്ങളും ഇത്രയധികം പഴയ കാലത്ത് ഉണ്ടായിരുന്നില്ല. കാരണം നല്ലൊരു ശതമാനം ആളുകളും രോഗങ്ങൾ കണ്ട ഉടനെ അവരവരുടെ ഇഷ്ടത്തിന് പെയിൻ കില്ലേഴ്സോ ആന്റിബയോട്ടിക്സോ കഴിക്കാറില്ല. ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെയല്ല. കേട്ടുകേൾവിയുടെ മേലെ എന്തെങ്കിലും ചെറിയ അസുഖങ്ങൾ വരുമ്പോഴത്തേക്ക് പെയിൻ കില്ലേഴ്സും ആന്റിബയോട്ടിക്സും ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഇല്ലാതെയും വാങ്ങിക്കഴിക്കുകയും അതല്ലാതെ ഡോക്ടർ നിർദ്ദേശിച്ചതിന് പുറമെ ആ ലിസ്റ്റ് കാണിച്ച് വീണ്ടും വീണ്ടും മരുന്ന് വാങ്ങി കഴിക്കുകയും ചെയ്യുന്ന പതിവുണ്ട്. അതുകൂടാതെ ഭക്ഷണശീലത്തിൽ വന്ന വലിയ മാറ്റങ്ങൾ, ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായിട്ട് ഒരുപാട് ഭക്ഷണങ്ങൾ ആളുകൾ കഴിക്കേണ്ടി വരുന്നുണ്ട്. എല്ലാം ടേസ്റ്റിനെ മാത്രം കേന്ദ്രീകരിച്ച് കഴിക്കുന്ന ഭക്ഷണമാണ്. നമ്മുടെ ശരീരത്തിലേക്ക് എന്തെത്തണം, നമ്മുടെ ശരീരത്തിൽ എങ്ങനെ പ്രവർത്തിക്കണമെന്ന് യാതൊരു വിലയിരുത്തലും ഇല്ലാതെയാണ് ഇന്നത്തെ കാലത്ത് പല ഭക്ഷണങ്ങളും കഴിക്കുന്നത്. ഇങ്ങനെയുള്ള കാരണങ്ങൾ വഴി ലിവറിൻ്റെ രോഗങ്ങൾ വളരെ കൂടി വരുന്നുണ്ട്. പക്ഷേ ഈ തരുണത്തിൽ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. ആയുർവേദ മരുന്നുകൾ സാധാരണഗതിയിൽ ഒരിക്കലും ലിവറിന് ഏതെങ്കിലും തരത്തിലുള്ള ഡാമേജ് ഉണ്ടാക്കുന്നതല്ല. പിന്നെ ഏത് മരുന്നിനായാലും സൈഡ് എഫക്ട്സ് ഉണ്ടാവാം. അങ്ങനെ ആയുർവേദത്തിലെ ആയാലും സ്ട്രോങ് ആയിട്ടുള്ള മരുന്നുകൾ കഴിക്കുന്നത് ഡോക്ടർ നിർദ്ദേശപ്രകാരം മാത്രം കഴിക്കുക എന്നാണ് ലിവർ ആരോഗ്യത്തിനെ കുറിച്ച് പറയാൻ പോകുന്നത്. ഇന്നത്തെ എപ്പിസോഡിൽ ഒരു കേസ് സ്റ്റഡി കൂടി ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, ഒരു പേഷ്യൻ്റ് എൻ്റെ അടുത്ത് വന്ന് ക്യാൻസർ ആണെന്ന് സംശയിക്കുകയും ക്യാൻസറിൻ്റെ എല്ലാ ലക്ഷണങ്ങളും കാണിക്കുന്നുണ്ടെങ്കിലും ബയോപ്സി ചെയ്തിട്ടില്ലായിരുന്നു. അതുവഴി അവർ വലിയ ക്യാൻസർ ഹോസ്പിറ്റലുകളിലേക്ക് റെഫർ ചെയ്യപ്പെടുകയും അവിടെ ചെന്ന് ബയോപ്സി എടുക്കാനുള്ള ഡേറ്റ് കാത്തു നിൽക്കുകയും ചെയ്യുന്നതിനിടയിലാണ് എന്നെ വന്ന് കാണുന്നത്. ട്രീറ്റ്മെൻറ്റിന് ശേഷം ആ ലക്ഷണങ്ങൾ കംപ്ലീറ്റ് മാറുകയും അതുപോലെ തന്നെ സ്കാനിങ് റിപ്പോർട്ടിൽ അതിനനുസരിച്ചുള്ള ചേഞ്ചസ് കാണുകയും ചെയ്തതാണ് ഇന്ന് പറയുന്നത്. ഈ കേസിൻ്റെ 2 റിപ്പോർട്ട്സും, ആദ്യം വന്നപ്പോഴുള്ള റിപ്പോർട്ടും അത് കഴിഞ്ഞിട്ടുള്ള റിപ്പോർട്ടും ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ഒരു പേഷ്യൻ്റ് 50 വയസ്സിന് മേലെയുള്ള പ്രായമുള്ള ഒരു മെയിൽ പേഷ്യൻ്റാണ്. അവർ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അവർക്ക് വയറുവേദനയും ചെറുതായിട്ട് മഞ്ഞപ്പിത്തവും ഭക്ഷണം കഴിക്കാൻ തോന്നായികയും കോൺസ്റ്റിപ്പേഷനും നല്ല ക്ഷീണവും ഉണ്ടെന്നാണ് അവർ വന്ന് പറഞ്ഞത്. അത് പേഷ്യൻ്റ് അല്ല ആദ്യം വന്നത്, പേഷ്യൻ്റ് പാർട്ടിയാണ് വന്നത്. അപ്പോൾ അവർ വേറെ ഏതോ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റിലായിരുന്നു, മോഡേൺ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റിലായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ബ്ലഡ് ടെസ്റ്റുകളെല്ലാം ചെയ്യണം, റിപ്പോർട്ട്സ് മീൻസ് സ്കാനിങ് CT ആൻഡ് USG ഏതൊക്കെ വേണ്ടതെന്നുള്ളതൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ആദ്യത്തെ അവർ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഹോസ്പിറ്റലിലെ ഡോക്ടർ തന്നെ ആ റിപ്പോർട്ട്സ് എല്ലാം ചെയ്തിട്ടുണ്ട്, അതും കൊണ്ട് വരാമെന്ന് പറഞ്ഞു. മീൻസ് അവർ ചെയ്ത റിപ്പോർട്ട്സ് കൊണ്ട് എൻ്റെ അടുത്ത് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ പേഷ്യൻ്റ് വന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് ഈ പറഞ്ഞ ലക്ഷണങ്ങളെല്ലാം ഉണ്ട്. അതുകൊണ്ട് വലിയ ഹോസ്പിറ്റലിലേക്ക്, ക്യാൻസർ ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്തു. അവിടുന്ന് അവരവിടെ പോയി കഴിഞ്ഞപ്പോൾ ക്യാൻസർ ഒരു 90% ക്യാൻസർ തന്നെയാണെന്നാണ് പറഞ്ഞത്. ഇതിൻ്റെ ആദ്യത്തെ റിപ്പോർട്ടാണ് ഞാൻ ഇവിടെ ഇട്ടിട്ടുള്ളത്. ഇതിൽ ലിവറിൻ്റെ ലെഫ്റ്റ് ലോബിൽ 8th സെഗ്മെൻറ്റിലായിട്ട് 20 mm വലിപ്പമുള്ള ഒരു ലീഷനുണ്ട്. അത് ഹെപ്പാറ്റോ സെല്ലുലാർ കാർസിനോമയുടെ മറ്റെല്ലാ ലക്ഷണങ്ങളും കാണിക്കുന്നുണ്ട്. ബ്ലഡ് റിപ്പോർട്ടിലും അവർ LFTയും എലിവേറ്റഡ് ആണ്. ലിവർ ഫങ്ഷൻ ടെസ്റ്റിലും ഇതേ അഭിപ്രായം തന്നെയാണ്. ബിലിറുബിൻ കൂടിയിട്ടുണ്ട്, SCOT SCPT മറ്റ് ഫാക്ടേഴ്സ് എല്ലാം കൂടിയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് ക്യാൻസർ ആണെന്നുള്ളതാണ്. കൺഫർമേഷന് വേണ്ടിയിട്ട് ഏത് ടൈപ്പാണെന്ന് കൃത്യമായിട്ട് അറിയണമെങ്കിൽ ബയോപ്സി ചെയ്യണം. അതിൻ്റെ മെയിൻ ഉദ്ദേശം കീമോതെറാപ്പിക്ക് ഏത് മരുന്ന് തിരഞ്ഞെടുക്കണം എന്നുള്ളത് കൂടി മനസ്സിലാക്കാനായിരുന്നു. ഈ പേഷ്യൻ്റ് കാർഡിയാക് പേഷ്യൻ്റാണ്, കൂടാതെ അവർക്ക് ഡയബറ്റിക്കുമാണ്. അത് കാരണം അവർക്ക് വേറെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് സർജറിക്കൊക്കെ പോകുന്നതിന്. അങ്ങനെ ഇരിക്കുമ്പോൾ ഇതെൻ്റെ അടുത്ത് വരുന്നത് ഒക്ടോബറിലാണ്, 2023 ഒക്ടോബറിലാണ് വരുന്നത്. ആ സമയം തൊട്ട് ഞാൻ മരുന്ന് കൊടുക്കുകയും പേഷ്യൻറ്റിനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുകയും ചെയ്തു. അഡ്മിറ്റ് ചെയ്ത് ട്രീറ്റ്മെൻറ്റിന് ശേഷം 3 മാസത്തിന് ശേഷം
വീണ്ടും സ്കാൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. വീണ്ടും സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ 20 mm ഉണ്ടായിരുന്ന ആ ലീഷൻ അവിടെ കാണാനില്ല, പൂർണ്ണമായിട്ടും മാറിയിട്ടുണ്ട്. പിന്നെ നോഡുലാർ സർഫേസ് ആണ് ലിവറിൻ്റെ. അത് എൻ്റെ എക്സ്പെക്റ്റേഷൻ വെച്ചിട്ട് 6 മാസത്തിന് കൊണ്ടത്തെ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് കറക്റ്റ് ആവേണ്ടതാണ്. എന്തായാലും അവിടെ ലീഷനില്ല. പിന്നെ അതുകൂടാതെ ആദ്യത്തെ സ്കാനിങ്ങിൽ 18 x 16 ഉള്ള ഒരു കോർട്ടിക്കൽ സിസ്റ്റ് കിഡ്നിയിലുണ്ടായിരുന്നു. അതിൻ്റെയും സൈസ് കുറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഈ 2 റിസൾട്ടും ഞാനിതിൽ നിങ്ങളെ കാണിക്കുന്നുണ്ട്. ഞാനിതിൽ പറയാൻ ഉദ്ദേശിക്കുന്ന മെയിനായിട്ട് നിങ്ങൾക്ക് തരുന്ന ഒരു സന്ദേശം, നിങ്ങൾ ഇത്തരം രോഗങ്ങൾ കാണുമ്പോൾ അത് കുറച്ചെങ്കിലും ഇതുപോലെ വ്യക്തമായിട്ടുള്ള ആയുർവേദ ചികിത്സ, ഇതുപോലെ സ്കാനിങ്ങും പിന്നെ മറ്റ് റിപ്പോർട്ട്സും വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് ക്യാൻസറായി മാറാൻ സാധ്യതയുള്ളതാണെങ്കിൽ പോലും, അതല്ലെങ്കിൽ ഫസ്റ്റ് സ്റ്റേജിലുള്ള ക്യാൻസർ ആണെങ്കിൽ ഇതുപോലെ മാറിപ്പോകുന്നതാണ്. അതുകൊണ്ട് ലിവറിന് ഒരു അപകടകരമായ മരുന്നാണ് ആയുർവേദ മരുന്നുകളെന്ന് തെറ്റിദ്ധരിക്കരുത്. ഡോക്ടർ നിർദ്ദേശപ്രകാരം കൃത്യമായി വ്യക്തതയോടെ സ്കാനിങ്ങും ബ്ലഡ് റിപ്പോർട്ടും നോക്കി ചെയ്യുന്ന ഇതുപോലെയുള്ള ഒരുപാട് കേസുകൾ സാധാരണയായിട്ട് എൻ്റെ അടുത്ത് വരാറുണ്ട്. അത്തരം കേസുകളിൽ പലരും പിന്നീട് ഒരിക്കലത് ക്യാൻസറായി മാറാതെ വർഷങ്ങളായിട്ട് ജീവിച്ചിരിക്കുന്നവരാണ്. ഞാനിപ്പോൾ ഈ വീഡിയോകൾ ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയതിനിടയിൽ വന്നൊരു കേസ് ആയതുകൊണ്ട് ഒരു കൗതുകത്തിന് ഈ കേസിൻ്റെ ഈ 3 മാസം കൊണ്ടുള്ള റിപ്പോർട്ടാണ് നിങ്ങൾക്ക് ഇട്ടിട്ടുള്ളത്. ഇപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷം പേഷ്യൻ്റെ എല്ലാ വാല്യൂസും LFT എല്ലാം നോർമലായി, മഞ്ഞപ്പിത്തത്തിൻ്റെ ലക്ഷണങ്ങളില്ല, വിശപ്പ് നോർമലായി, കോൺസ്റ്റിപ്പേഷൻ ഇല്ല, വയറുവേദന തീരെ ഉണ്ടാവാറില്ല. കൂടാതെ പേഷ്യൻ്റെ മുഖത്തുണ്ടായിരുന്ന കരിവാളിപ്പും പിന്നെ അമിതവണ്ണവും വയറ് വളരെ വീർത്ത രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത്. അതെല്ലാം മാറി പേഷ്യൻ്റ് സുഖമായിട്ടിരിക്കുന്നു. ട്രീറ്റ്മെൻറ്റ് തുടരുകയാണ്. 6 മാസം കൂടി കഴിഞ്ഞിട്ട് ഉള്ളതിൻ്റെ റിപ്പോർട്ടിലാണ് നമുക്കിതിൻ്റെ പൂർണ്ണ സുഖം പ്രാപിച്ചു എന്ന് പറയാനുള്ളത്. എന്നിരുന്നാലും 20 mm ഉള്ള ലീഷൻ അത് 3 മാസം കൊണ്ട് വളരാതെയും LFT ലിവർ ഫങ്ഷൻ ടെസ്റ്റ് കൂടാതെ ഇരിക്കുന്നതും ഒരു എടുത്തു പറയത്തക്ക ഒരു നേട്ടമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ബാക്കി കാര്യങ്ങൾ നിങ്ങൾ വിലയിരുത്തുക. നന്ദി, നമസ്കാരം.